ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 143 സങ്കീർത്തനം 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 143 7ഉം 8ഉം. യഹോവേ, വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. എൻ്റെ ഉള്ളം നിങ്കലേക്ക് ഉയർത്തുന്നുവല്ലോ. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. 143 സങ്കീർത്തനത്തിനകത്ത് ദാവീദ് ദൈവത്തോട് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത്. ദാവീദ് പറഞ്ഞു തുടങ്ങുകയാണ്, യഹോവേ, വേഗം എനിക്ക് ഉത്തരമരുളണമേ. ആമേൻ. വേഗത്തിൽ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ദാവീദ് ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. ഇന്ന് പകലും വേഗത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് ആഗ്രഹത്തോടെ, കൊതിയോടെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നവരാണോ? നിശ്ചയമായിട്ടും ചില വിഷയങ്ങൾക്കകത്ത് വേഗത്തിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനായി പോകുന്നു. വളരെ അത്യാവശ്യത്തോടെ, തിടുക്കത്തോടെ ദാവീദ് പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളണമേ എന്നല്ല, എനിക്കൊരു മറുപടി ആവശ്യമുണ്ടെന്നല്ല പറയുന്നത്, വേഗം എനിക്ക് ഉത്തരമരുളണമേ. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ദൈവത്തോട് പറയുന്ന ഏതെങ്കിലും ഭാരമേറിയ വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടോ? നിശ്ചയമായിട്ടും ദൈവം പ്രവർത്തിക്കും. അടുത്ത പദത്തിലോട്ട് പോവുകയാണ്, എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആമേൻ ആഗ്രഹത്തോടെ പറയുകയാണ്, വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണം. എൻ്റെ ആത്മാവ് ദൈവപ്രവൃത്തിയെ, ദൈവിക ഇടപെടലുകളെ, ദൈവിക ഉത്തരങ്ങളെ കാംക്ഷിക്കുന്നു, കൊതിയോടെ ഇരിക്കുന്നു, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഒരു ദൈവപ്രവൃത്തി നടന്നു കാണേണ്ടതിന്, ദൈവിക ഉത്തരം വെളിപ്പെടേണ്ടതിന്, ദൈവ ശബ്ദം മുഴങ്ങേണ്ടതിന് കൊതിയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിശ്ചയമായിട്ടും ഇത് ദൈവപ്രവൃത്തിയുടെ പകലായിത്തീരും. അടുത്ത പദം പറയുന്നത്, ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ. ആമേൻ. ഞാൻ താണു പോകുന്നവരെ പോലെ ആകാതിരിക്കാൻ, തകർച്ചകൾ എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ, ആമേൻ, ഉന്നതങ്ങളിലേക്ക് എത്തപ്പെടാതെ ആഴങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്കേണ്ടതിന് ഒരു കാര്യം നന്നായിട്ടറിയാം. ആമേൻ. കുഴിയിലിറങ്ങിയവരെ പോലെ നശിച്ച അവസ്ഥയിൽ ആയിത്തീരാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. ഇന്ന് രാവിലെ വെളിപ്പെടുന്ന ദൈവമുഖത്തിനായി സ്തോത്രം ചെയ്യാമോ? 2 കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ കണ്ടത്. ഒന്ന്, വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണം. രണ്ടാമത്തെ കാര്യം, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. എന്താ കാര്യം? ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ, തകർച്ചയിലേക്കും ശാപത്തിലേക്കും ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കേണ്ടതിന് നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. നിശ്ചയമായിട്ടും ദൈവിക വെളിപ്പാടുകളെ പ്രാപിക്കുവാൻ കഴിയുന്ന, ദൈവമുഖം വെളിപ്പെട്ട് കിട്ടുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളായി തീരട്ടെ. എന്നിട്ട് പറയുകയാ, രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്ക് കേൾക്കണം. ദൈവം എന്നോട് ദയ കാണിച്ചത്, എൻ്റെ വിഷയത്തിനകത്ത് ദൈവം ദയ കാണിക്കുന്നത്, ആമേൻ, അതിൻ്റെ ദൈവിക ദയയുടെ അനന്തരഫലം. അഥവാ ദൈവം എന്നോട് ദയ കാണിച്ചാൽ അത് വലിയ മറുപടികളായി എൻ്റെ മീതെ വെളിപ്പെടും. അത് കേൾക്കാനും അനുഭവിക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിക്കും. അങ്ങനെയാണല്ലോ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ.
ഈ പ്രഭാതം ദൈവത്തിന്റെ ദയയുടെ വിടുതലുകൾ ചിലർ പ്രാപിക്കുവാനായി പോകുക. നിശ്ചയമായിട്ടും ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചിലരോട് ദയ തോന്നിയിട്ട് വലിയ വിടുതലുകളെ, വലിയ അത്ഭുതങ്ങളെ, വലിയ ദൈവപ്രവർത്തികളെ ദൈവം ചെയ്തിരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ വിശ്വസിക്കാമോ? അടുത്ത ആമേൻ വാക്ക് പറയുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ആമേൻ. ഇന്ന് രാവിലെ ദൈവത്തിൽ ആശ്രയിക്കാമോ? ചെറുതും വലുതുമായ നമ്മുടെ വിഷയങ്ങളുടെ മുൻപിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് മറ്റെല്ലാം മറന്ന് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാനായി തുടങ്ങാം. ആമേൻ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. എനിക്കിഷ്ടമുള്ള വഴിയെ എന്നെ നടത്തണമെന്നല്ല, എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന വഴികളിലൂടെ ദൈവമേ നീ എന്നെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകണമെന്നല്ല പ്രാർത്ഥന. പ്രാർത്ഥന ഇതാ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഞാനല്ല തീരുമാനമെടുക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ തീരുമാനമനുസരിച്ച്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് എനിക്ക് മുൻപോട്ട് പോകണം. ഇന്ന് പകൽ പ്രിയരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന്റെ ഹിതങ്ങൾക്കനുസരിച്ച് മുന്നേറുവാൻ, ദൈവഹിതം അനുസരിച്ച് തീരുമാനമെടുക്കുവാൻ, കാലുകൾ വയ്ക്കുവാൻ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അനുദിന ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുവാൻ കൃപയാൽ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ആ വാക്യം പറഞ്ഞവസാനിക്കുന്നു, എൻ്റെ ഉള്ളം നിങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നോ. ഞാൻ വെറുതെ അധരജൽപ്പനം ചെയ്യുന്നു, വെറുതെ പ്രാർത്ഥിക്കുന്നു, ദൈവവചനം വായിക്കുന്നു എന്നല്ല. ഹൃദയംഗമായി ഞാൻ ദൈവമുഖത്തേക്ക് നോക്കുന്നു. ഹൃദയംഗമായ ഒരു ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി ഞാൻ കൊതിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിന്റെ ആരംഭ മണിക്കൂറുകൾ ദൈവപ്രവൃത്തി മഴ പോലെ പെയ്തിറങ്ങുവാനായി തുടങ്ങും. എത്ര കൂട്ടം കാര്യങ്ങളാ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും കൃപയും മഹത്വവും അനുഭവിക്കുവാൻ കഴിയുന്ന നിമിഷങ്ങളായി തീരട്ടെ. ഒന്ന് പറയുന്നു, വേഗം എനിക്ക് ഉത്തരമരുളണം. 2, ഞാൻ വെറുതെ അധരജൽപ്പനം ചെയ്യുകയല്ല, എൻ്റെ ആത്മാവ് കാക്ഷിക്കുന്നു. അടുത്ത പദം ഇതാണ്, ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. പ്രിയരെ, ദൈവത്തിന്റെ മുഖം മറച്ചാൽ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആയി പോകും, ഞാൻ ശാപഗ്രസ്തനായി പോകും. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. ആമേൻ. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ദൈവത്തിന്റെ ദയ വെളിപ്പെട്ടാൽ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. അത് ആ മറുപടികൾ, ദൈവിക ഇടപെടലുകൾ എനിക്ക് ആമേൻ കേൾക്കണം. നിങ്ങൾ അങ്ങനെ കൊതിയോടെ പറയുന്നുണ്ടോ? ഡോക്ടേഴ്സ് പറയുന്നതല്ല, സമൂഹം വിലയിരുത്തുന്നതല്ല, ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നമ്മളെ പ്രഷർ ചെയ്യുന്നതല്ല. ദൈവത്തിന്റെ ദയയുടെ റിസൾട്ട്, ദൈവനോട് ദയ കാണിച്ചു എന്ന് പറയത്തക്ക നിലയിലുള്ള വലിയ ദൈവപ്രവർത്തികൾ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്കറിയത്തില്ല. ഞാനൊരു പക്ഷേ എൻ്റെ തീരുമാനമെടുത്ത് മുൻപിലേക്ക് പോയാൽ വഴിയിൽ കുഴഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ആമേൻ. എൻ്റെ ഉള്ളം നിങ്കലേക്ക് ഉയർത്തുന്നുവല്ലോ. ആരെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കി പറയുന്നുണ്ടോ? ഞാൻ എൻ്റെ കണ്ണ്, ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്നു. പ്രിയരെ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സുന്ദരമായൊരു പകലായി തീരട്ടെ, ധനുഗ്രഹത്തിന്റെ ദിവസമായി തീരട്ടെ. പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? കരുണയുള്ള ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. ബലമുള്ള കരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ,
ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.